ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഘോഷയാത്ര നടക്കുന്നുണ്ട്. ഘോഷയാത്രയൊക്കെ ഉള്ളതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കും. അതുകൊണ്ട് നമുക്കിന്ന് ഉച്ചവരെ ഓഫീസുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ആര്യ ചേച്ചി പറയുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ മക്കളെയൊക്കെ കൊണ്ടുവന്ന് മന്തി കഴിക്കാനായിട്ട് പോകണമെന്ന്. അവർ ഇതുവരെ മന്തി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂൾ അവധിയായിരുന്നു ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അവരെയും കൊണ്ടുവന്നു. ക്യാമറ നോക്കിയപ്പോൾ ചിരിക്കുന്ന ആള് മൂത്ത മോനും മറ്റേത് ഇളയ ആളുമാണ്. മന്തി കഴിക്കാനായിട്ട് എത്തിയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു. 1.5 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നില്ല, നമ്മൾ കനകക്കുന്നിലേക്ക് പോവാണ്. പിന്നെ ഘോഷയാത്രയും കാണാമല്ലോ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ ആള് ഈ സമയത്ത് തമ്പാനൂർ എത്തി. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേണം ആളെയും കൂട്ടി കനകക്കുന്നിലേക്ക് പോവാൻ. എൻ്റെ കൂടെയുള്ള ബാക്കി എല്ലാവരും വീട്ടിലേക്കായിരിക്കും പോകുന്നത്. ആര്യ ചേച്ചി വീട്ടിൽ പോയിട്ട് ഘോഷയാത്ര കാണാൻ വരുമെന്ന് പറഞ്ഞു. രാത്രി ലൈറ്റ് കാണാനായിട്ട് വരുമെന്ന് പറഞ്ഞു. ആര്യ ചേച്ചിയുടെ മക്കള് ഫസ്റ്റ് ടൈമാണ് മന്തി കഴിക്കുന്നത്. കഴിക്കുന്ന സമയത്ത് ചേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ. അപ്പോൾ അവർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഹാപ്പിയായി, പിള്ളേരും ഹാപ്പിയായി. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ആര്യ ചേച്ചിയുടെ ഇളയ മോൻ ചേച്ചിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പെൻ സ്റ്റാൻഡാണ്. ഇത് കാണാൻ അടിപൊളിയാണ്. നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുന്നത് അത് ചെറുതായാലും വലുതായാലും സന്തോഷം തന്നെയാണ്. അത് നമ്മുടെ വീട്ടിലുള്ള ഒരാളാണ് നമുക്ക് തരുന്നെങ്കിൽ അതിനേക്കാളേറെ സന്തോഷം തന്നെയാണ്. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇനി നമ്മൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. സാർ ഇനി വണ്ടിയിലാണ് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് നടന്ന് നേരെ ഓഫീസിൽ ചെന്നിട്ട് സാധനമൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ നേരെ തമ്പാനൂർ എത്തി. നേഹ അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അവൾ വന്നിട്ടൊരു 10 മിനിറ്റ് ആവും. ഞങ്ങൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് തീരുമാനിച്ചതാണ് കനകക്കുന്നിൽ പോവാന്ന്. തമ്പാനൂരിൽ നിന്ന് നമ്മൾ ആട്ടോ പിടിച്ച് നേരെ കനകക്കുന്നിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും ആളുകളെല്ലാം റോഡിൽ ഇങ്ങനെ ഘോഷയാത്ര കാണാൻ വേണ്ടി നിൽക്കുകയായിരുന്നേ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇന്ന് ഘോഷയാത്ര കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടേ. നടക്കുമെന്ന് അറിയില്ല. 5 മണിക്ക് തുടങ്ങുമെന്നാണ് നമ്മൾ അറിഞ്ഞത്. ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇരുട്ടുന്നത് വരെ നിൽക്കാൻ പറ്റില്ല. പിന്നെ 5:45 നമുക്ക് ട്രെയിൻ. അപ്പൊ അതിനു മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. സെപ്റ്റംബർ 3-നാണല്ലോ ഇവിടെ പരിപാടിയൊക്കെ തുടങ്ങിയത്. നമ്മളിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് വന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ കയറി ഒന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് വന്നത്. നൈറ്റ് നല്ല അടിപൊളി ആംബിയൻസ് ആയിരിക്കും ഇവിടെയൊക്കെ. കാരണം ലൈറ്റൊക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ലൈറ്റ് കാണാനൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നേ. നൈറ്റ് അടിപൊളിയായിരുന്നു അതൊക്കെ. പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ ലൈറ്റ് കാണാനും ഇങ്ങനെ ഓരോ പരിപാടികൾ കാണാനൊക്കെ ആയിട്ട് വരുന്നത്. നമ്മൾ ഇങ്ങോട്ട് നടന്ന് വരുന്ന സമയത്തൊക്കെ എല്ലാവരും ഈ ഒരു പൊട്ടാസ് വാങ്ങിയിട്ട് ഇങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമാണ്. ആദ്യം നമ്മൾ വാങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചെങ്കിലും നമ്മളും വാങ്ങി ഒരെണ്ണം. ഇത് ഒരെണ്ണം 20 രൂപയാണ്. സെറ്റായിട്ട് 3 എണ്ണം 50 രൂപയാണ്. പക്ഷെ നമ്മൾ ഒരെണ്ണം വാങ്ങി. അടിപൊളിയായിരുന്നു. ഇതൊക്കെ എറിഞ്ഞ് 1-2 എണ്ണമൊക്കെ ഇത് നന്നായിട്ട് പൊട്ടുന്നുണ്ടായിരുന്നേ. പിന്നെ എറിഞ്ഞെന്ന് ചിലതൊന്നും പൊട്ടിയില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു അയ്യോ പറ്റിച്ചെന്ന്. പിന്നെ ചിലതൊക്കെ പൊട്ടി, ചിലതൊന്നും പൊട്ടിയില്ല. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ഇതിങ്ങനെ എറിഞ്ഞ് കളിക്കാനായിട്ട്. കുറച്ചു നേരം പിന്നെ നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഈ ബോക്സിലൊക്കെ കണ്ട ഓണം റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചേക്കുന്നതൊക്കെ കാണാൻ അടിപൊളിയാണ്. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ കുട്ടികളും എല്ലാവരും നിന്ന് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ പേര് ഘോഷയാത്ര കാണാൻ വേണ്ടി ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നേ. റോഡിലൊക്കെ നല്ല തിരക്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്ക് 2 ഊഞ്ഞാൽ കിട്ടി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സന്തോഷമായിട്ട് കുറച്ചൊരു ഊഞ്ഞാലൊക്കെ ആടി. നമ്മൾ ഈ ഊഞ്ഞാലാടുന്ന മരത്തിന് മുകളിലായിട്ട് ഓരോരോ ലെറ്ററുകൾ, ഇംഗ്ലീഷ് ലെറ്റർ ലൈറ്റൊക്കെ വന്നിട്ടുള്ളത് ഇട്ടിരിക്കുകയാണ്. അപ്പം അതിന് നേഹ വിളിച്ചിങ്ങനെ കാണിക്കായിരുന്നേ. അപ്പം അതൊക്കെ രാത്രി അടിപൊളിയായിരിക്കും ലൈറ്റൊക്കെ കത്തുമ്പം. ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അടിപൊളിയായിരിക്കും. നമുക്ക് അടിച്ച് പൊളിക്കാം. അത്രയ്ക്ക് സൂപ്പറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടാളും ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. അടിപൊളിയാണ്. ഊഞ്ഞാലൊക്കെ ആടി കഴിഞ്ഞിട്ട് നമ്മൾ ചോദിച്ചത് ഈ ഒരു ഗോസ്റ്റ് ഹൗസിനകത്ത് കയറാമെന്ന്. അതിങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് കയറാമെന്ന് തീരുമാനിച്ചു. ടിക്കറ്റ് എടുത്ത് അപ്പോഴേ അങ്ങ് കയറി. ടിക്കറ്റ് എടുത്ത് കയറുന്ന സമയത്ത് പേടിക്കുന്ന സംഭവമാണെന്നോ ഒന്നും നമ്മൾ ആലോചിക്കുന്നില്ല. രണ്ടുപേരും കൂടി അങ്ങ് കയറിയപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആളുകളൊന്നും അതിനകത്തില്ല. അപ്പം നമുക്ക് പേടിയായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ കയറിയിട്ട് ആ ലൈറ്റും എല്ലാം കൂടി ആയപ്പോൾ ഞങ്ങൾ നല്ല പേടിച്ചിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിന്നു. ഇറങ്ങണോ തിരിച്ചിറങ്ങണോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ വേറെ 3 പിള്ളേരും കൂടി വന്നു. അപ്പോൾ അവരാണെങ്കിൽ കയറിയപ്പോൾ മുതലേ പേടിച്ച് വിളിച്ചൊക്കെയാണ് കയറിയത്. ഇവരും കൂടി വന്നപ്പോൾ നമ്മൾ 5 പേരായി. പിന്നെ അവരുടെ ധൈര്യത്തിലാണ് നമ്മളും കൂടി പോയത്. നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഓരോ സൗണ്ടും അവിടുത്തെ റെഡ് ലൈറ്റും അതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. അപ്പോൾ എനിക്ക് ഈ സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെവി ഇങ്ങനെ അടച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ നേഹയുടെ അടുത്ത് പറയണേ ഞാൻ ചെവിയൊക്കെ അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ കണ്ണേ തുറന്നിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഗോസ്റ്റ് ഹൗസിനുള്ളിലൊക്കെ കയറി പേടിച്ച് ഇറങ്ങി നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴേക്കും ഇവിടെ ഘോഷയാത്ര തുടങ്ങി. ചെണ്ട കൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് നടന്നു പുറത്ത് വന്നു. അപ്പോഴേക്കും ഇവിടെ ഓരോ ഫ്ലോട്ടുകൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. 4 മണിയായപ്പോൾ ഘോഷയാത്ര തുടങ്ങി. നമുക്ക് 5:45 ട്രെയിനിൽ
പോകാന്നുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഇവിടെ നിന്ന് കുറച്ച് നേരം നിന്ന് കണ്ടിട്ട് ഇവിടെ നിന്ന് പയ്യെ നടന്ന് നേരെ പാളയത്ത് ചെന്ന് അവിടെ കുറച്ച് നേരം നിന്ന് ഘോഷയാത്രയൊക്കെ കണ്ടിട്ട് നമുക്കൊരു ടൈം ആവുമ്പം ആട്ടോ പിടിച്ച് നേരെ തമ്പാനൂർ പോകാമെന്നുള്ള പ്ലാനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ നമ്മൾ പയ്യെ മുന്നോട്ട് കിടന്നു. ഇവിടെ റോഡൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടി വരുമെന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മൾ പയ്യെ മുന്നോട്ട് നടന്നപ്പോൾ ഇതാ ഇവിടെ ഒരു സ്ഥലത്ത് കമ്മൽ വിൽക്കുന്നത് കണ്ടു. പിന്നെ നമ്മളവിടെ സ്റ്റക്കായിട്ടിരുന്നു. കുറച്ച് കമ്മലൊക്കെ നോക്കി. നല്ല അടിപൊളി കമ്മലുകളായിരുന്നു. പക്ഷെ നമ്മളൊന്നും വാങ്ങിയില്ല, നോക്കിയിട്ടങ്ങ് പോയി. 100-150 കമ്മലിൻ്റെ റേറ്റ്. അവിടെ നിന്ന് വാങ്ങിയില്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് നേഹ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കുന്നിൽ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി ഓരോ ഫ്ലോട്ടൊക്കെ കണ്ട് നടന്ന് നമ്മളിങ്ങ് ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ അവിടെ നമ്മൾ സൂവിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ പൈനാപ്പിളൊക്കെ ഒരു സൈഡിൽ ഒരുപാട് ഐറ്റംസ് വിൽക്കുന്നുണ്ടല്ലോ, ഉപ്പിലിട്ട് മാങ്ങ, അങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പൈനാപ്പിൾ വാങ്ങി കഴിക്കാനായിട്ട്. ഒരു സൈഡ് ഫുള്ള് കഴിക്കാനുള്ള സാധനങ്ങളാണെങ്കിൽ അപ്പുറത്തെ സൈഡ് ഫുള്ള് കണ്ടോ, തൊപ്പി, ചെരുപ്പ്, ഓരോ ഫാൻസി ഐറ്റംസുകൾ, കളിപ്പാട്ടങ്ങൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങളാണ്. ഇന്ന ടൈമിൽ തന്നെ ഘോഷയാത്ര ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, ഓരോരോ ഫ്ലോട്ടുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഒരെണ്ണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. റോഡൊക്കെ ഇവിടെ ബ്ലോക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നിന്നിട്ട് കാര്യമില്ല, പോകാനുള്ള ടൈം ആകുമ്പോൾ ഇവിടെ നിന്നൊന്നും ആട്ടോ കിട്ടില്ല. പാളയത്ത് പോയാലേ നമുക്കിനി വണ്ടിക്ക് സൗകര്യമുള്ളൂ. ഇവിടെ നിന്ന് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് നല്ല തിരക്കാണ്. നടന്നു പോകാനാണെങ്കിൽ റോഡിലൊക്കെ ഫുള്ള് തിരക്കാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിനപ്പുറത്തേക്ക് നിന്ന് കുറച്ച് കണ്ട് ഇത് കഴിച്ചിട്ട് പോകാന്നുള്ള പ്ലാനിൽ ഇങ്ങനെ നിന്നു. നല്ല എരിവായിരുന്നു, നേക്ക് നല്ല എരിഞ്ഞിട്ട്. അവൾ മുളക് ഇട്ടപ്പോഴേ ഇങ്ങനെ പറഞ്ഞു അധികം വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പൈസ അങ്ങോട്ട് കൊടുത്ത് അടി ഇങ്ങോട്ട് വാങ്ങുമെന്ന് അറിയില്ല, അതുപോലെ ഒരു ദിവസമായിരുന്നു. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് ഇങ്ങോട്ട് അടി വാങ്ങി. അതായത് ആ ഗോസ്റ്റ് ഹൗസിലൊന്നും ഒരു ആവശ്യമില്ലായിരുന്നു കയറാൻ, ചുമ്മാ പൈസ കൊടുത്തിട്ട് കയറി പേടിച്ചിട്ട്. അതുപോലെ തന്നെ ഇതും പൈനാപ്പിൾ വാങ്ങിയിട്ട് അതിൻ്റെ എരി നമ്മൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. എന്തൊരു എരിയായിരുന്നു എന്നറിയും. ഇതൊക്കെ ഒരു രസമാണ് ഗൈസ്. ഞാൻ നേഹം ഒത്തുകൂടുമ്പോൾ എപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മണ്ടത്തരം നമ്മൾ കാണിച്ചിരിക്കും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മണ്ടത്തരം നമ്മൾ ഉറപ്പായിട്ടും ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ടത് കഴിക്കണണ്ടില്ലേ. ഇനിയിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കാൻ ടൈമില്ല, നമുക്ക് വീട്ടിൽ പോകണ്ടേ. ഇപ്പം തന്നെ ഇരുട്ടി തുടങ്ങി. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ നടന്ന് പാളയത്ത് പോകണം. അവിടെ നിന്ന് കുറച്ച് നേരം ഘോഷയാത്ര കണ്ടിട്ട് പോകാം എന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ട്രെയിനിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ട് 5:45 പോകാമെന്ന് തീരുമാനിച്ചു. നമ്മൾ പിന്നെ 6:45 ട്രെയിനിൽ പോകാമെന്ന് തീരുമാനിച്ചു. അവിടെ നിന്ന് 1 മണിക്കൂർ കൂടി ഘോഷയാത്ര കണ്ടിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ ഇവിടെ നിന്ന് കണ്ട ഫ്ലോട്ടും ബാക്കി ഘോഷയാത്രയൊക്കെ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി അതിൽ കാണിക്കാത്ത കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടുപേരല്ലേ ഈ ഘോഷയാത്ര പോയി കണ്ടത്. നമ്മളൊരു ഫാമിലി ആയിട്ടാണ് പോയി കാണുന്നതെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും. നമുക്കിപ്പോൾ കിട്ടിയ സന്തോഷത്തിനേക്കാൾ ഇരട്ടി സന്തോഷമായിരിക്കും. എത്രയോ പേരിപ്പോൾ അവരുടെ ഫാമിലി ആയിട്ട് ഒരുമിച്ച് വന്ന് ഘോഷയാത്രയൊക്കെ കണ്ട് വളരെ സന്തോഷമായിട്ട് വീട്ടിൽ പോയി കാണും. അതുപോലെ ഒരുപാട് സന്തോഷമായിട്ട് നമ്മളും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ സമയം 6 മണിയായി. 6:45 നമുക്ക് ട്രെയിൻ. അപ്പോൾ അവിടെ എത്തിയിട്ട് ടിക്കറ്റ് എടുക്കണം നേഹയ്ക്ക്. എനിക്ക് സീസൺ ഉണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്. ഇപ്പോഴാണ് നേഹൻ്റെ അടുത്ത് പറഞ്ഞ അവൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല. ഞാനാണെങ്കിൽ മന്തിയൊക്കെ കഴിച്ചിട്ടല്ലേ പോയത്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ വിഷമമായി. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് പോയി. എന്തെങ്കിലും ജ്യൂസ് കുടിച്ചാൽ മതിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ പ്ലാനൊക്കെ മാറിയിട്ട് നമ്മൾ ഷാർജ വാങ്ങി. ഷാർജയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ സമയം 6:36 നമുക്ക് കറക്റ്റ് 6:40 ട്രെയിൻ. അപ്പോൾ നമ്മൾ ഓടി വന്നാണ് കയറിയത്. അതാണ് നേഹ നോക്കി ചിരിക്കുന്നത്. നമ്മൾ വന്ന ഉടനെ കയറി സീറ്റ് കിട്ടി അവിടെ ഇരുന്നു. 6:41 ആയപ്പോഴേക്കും ട്രെയിൻ എടുത്തു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജൊന്നും ഇല്ലായിരുന്നു, 5% ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഫോൺ ചാർജിലൊക്കെ ഇട്ടു. ഞങ്ങളുടെ സ്റ്റോപ്പ് ചിറയൻകീഴാണ്. അവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്ക് ബസ്സിലാണ് പോവേണ്ടത്. നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു. രണ്ടുപേർക്കും വീട്ടിൽ പോകാനായിട്ട് ബസ് കിട്ടി. ഞങ്ങൾ രണ്ടുപേരും സേഫ് ആയിട്ട് വീട്ടിലെത്തിയപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബേബി, സീ യു.
ഘോഷയാത്രയൊക്കെ കണ്ടിട്ട് പിന്നെ കറക്റ്റ് 6 മണി ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ആട്ടോ പിടിച്ച് നേരെ തമ്പാനൂർ പോയി. അവിടെ ചെന്നിട്ട് നേഹയ്ക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു. എനിക്ക് സീസൺ ഉണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ തീരുമാനം മാറ്റി ഷാർജ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷാർജയൊക്കെ വാങ്ങി ഷാർജ കുടിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്കും സമയം 6:36 40-നാണ് നമുക്ക് ട്രെയിൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഓടിയാണ് പോയത്. ഓടിച്ചെന്ന് കയറി 41 ആയപ്പോൾ കറക്റ്റ് ട്രെയിൻ എടുത്തു. ഏറ്റവും ഫ്രണ്ടിൽ 3 ജനറൽ കമ്പാർട്ട്മെൻറ്റും ഏറ്റവും ബാക്കിലും 3 ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയാണ് കയറിയത്. ട്രെയിനിൽ കയറിയപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ചാർജൊക്കെ ഇട്ടു. നമ്മുടെ സ്റ്റോപ്പ് എത്തിയപ്പോഴേക്കും സമയം 7:30 ആയിട്ടുണ്ടായിരുന്നേ. ചിറയൻകീഴാണ് നമ്മുടെ സ്റ്റോപ്പ്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നു. സ്റ്റോപ്പ് എത്തി. ബസ് സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് 2 പേർക്കും വീട്ടിലേക്ക് പോകാനുള്ള ബസ് കിട്ടി. നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.